ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ 4ാമത്തെ ഡേ ആണിത്. അപ്പോൾ ചലഞ്ച് എന്താണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചലഞ്ച് എന്താണെന്ന് അറിയാത്തവരാണ് എൻ്റെ വീഡിയോ ഫസ്റ്റാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഒരു ചലഞ്ചിൻ്റെ ആദ്യത്തെ വീഡിയോ പോയി കാണുക. അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ കാർട്ടിലിടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ചലഞ്ച് എന്താണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ എൻ്റെ ബാക്കിയുള്ള 2 ദിവസത്തെ വീഡിയോ കൂടി കാണാം. എങ്കിൽ മാത്രമേ ആ ചലഞ്ചിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് അതിൽ പറയാത്ത പല കാര്യങ്ങളും 2 വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കാം. എന്നിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം സംസാരിച്ചിരിക്കാണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതെ, നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതെ, കണ്ടോ? അപ്പോൾ ഈ ഫേസ് പാക്ക് ഞാനിന്ന് യൂസ് ചെയ്തിട്ട് 4ാമത്തെ ഡേ ആണ് കേട്ടോ. 4 ദിവസമായി ഞാനിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മുടെ ഫേസിൽ വിസിബിളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം മെയിനായിട്ട് ബ്രൈറ്റനിങ് ആണ് കേട്ടോ. നല്ല ബ്രൈറ്റനിങ് ആയി തുടങ്ങിയിട്ടുണ്ട് ഫേസൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള പാടുകളൊക്കെ ഇങ്ങനെ കുറച്ച് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 7 ഡേ ആകുമ്പോഴേക്കും കുറച്ചും കൂടി കുറയും എന്നെനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ അധികം സംസാരിച്ചിരിക്കാണ്ട് വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നമുക്ക് ഞാനെപ്പോഴും 15 മിനിറ്റ്സ് ആണ് ഞാനിത് ഫേസിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാറ്. അപ്പോൾ 15 മിനിറ്റ്സ് അല്ല, നമുക്ക് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഫേസിൽ നമുക്ക് അങ്ങനെ വെക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, കൂടുതൽ ടൈം വെച്ച് കുഴപ്പമൊന്നുമില്ല. അതായത് നമുക്കിതിങ്ങനെ ഹാർഡായിട്ട് അള്ളിപ്പിടിക്കുന്ന ഫേസ് പാക്ക് അല്ല, അത്രയും ടൈപ്പല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് ടൈം വെച്ചാലും കുഴപ്പമില്ല. ചില ഫേസ് പാക്കുകളൊക്കെ ഇങ്ങനെ ഉണങ്ങിയത് നമ്മുടെ സ്കിൻ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചുളിവുകളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഫേസിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് അത്തരം ഫേസ് പാക്ക് അല്ല, ആ ഒരു ടൈപ്പ് അല്ല. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ടൈം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫേസിൽ വെച്ച് കഴിഞ്ഞു. പിന്നെ നമുക്കിത് ഡ്രൈ ആയിട്ടാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫേസ് പാക്ക് ഇട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടോ. ഞാനിന്നൊരു 25 മിനിറ്റ്സ് ഞാൻ എൻ്റെ ഫേസിൽ വെച്ചു. നമുക്ക് കുറച്ചധികം ടൈമിൽ നമ്മുടെ ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും റിസൾട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൂടുതൽ ടൈം വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. കണ്ട ഒരു ബ്രൈറ്റ്നെസ് എപ്പോഴും ഉണ്ട് ഫേസിൽ. പിന്നെ ഈ ഒരു പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി ജോലിക്കൊക്കെ പോയിട്ട് ടയേർഡായിട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുറത്തൊക്കെ പോയി വെയിലും പൊടിയൊക്കെ അടിച്ചിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യും. അതായത് ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് നമ്മുടെ കൈ എടുത്തിട്ട് നല്ലോണം അങ്ങനെ മസാജ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രൈറ്റനിങ്ങും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു ഫേസ് പാക്കും ഒപ്പം തന്നെ നമുക്കതൊരു സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാലഞ്ചിൻ്റെ 4ാമത്തെ വീഡിയോയിൽ ഈ ഒരു ടിപ്പാണ് പറയാനുള്ളത്. ഇത് നമുക്ക് ഒരു സ്ക്രബ്ബറും കൂടി ആയിട്ട് യൂസ് ചെയ്യാം.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഡേ 5 ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.